മനുഷ്യനുമായി ഏറ്റവും അടുത്ത ജനിതക സാമ്യമുള്ള ഫലം: തേങ്ങ, വാഴപ്പഴം, ആപ്പിൾ, മാങ്ങ. ഉത്തരം വാഴപ്പഴം. വാഴപ്പഴം അവയുടെ DNA ഏകദേശം 60% മനുഷ്യനുമായി പങ്കിടുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭക്ഷ്യയോഗ്യമായ പഴം: ചെറി, ബ്ലൂബെറി, വോൾഫിയ, ക്രാൻബെറി. ഉത്തരം വോൾഫിയ. വോൾഫിയ അഥവാ വാട്ടർമേൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പഴമാണ്. ഏകദേശം 0.5 മില്ലിമീറ്റർ വലിപ്പമുണ്ട്. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സ്രോതസ്സായ ഇതിൽ ഏകദേശം 40% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാലങ്ങളുള്ള നഗരം: ഹാംബർഗ്, ആംസ്റ്റർഡാം, ലണ്ടൻ, വെനീസ്. ഉത്തരം ഹാംബർഗ്. ജർമ്മനിയിലെ ഹാംബർഗിൽ 2500-ലധികം പാലങ്ങളുണ്ട്. വെനീസിനേക്കാളും ആംസ്റ്റർഡാമിനേക്കാളും കൂടുതൽ. കാരണം നഗരം നിരവധി കനാലുകളിലും നദികളിലും നിർമ്മിച്ചിരിക്കുന്നതിനാൽ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നതിന് നിരവധി പാലങ്ങൾ ആവശ്യമാണ്. സൂപ്പർ ഫുഡായി കണക്കാക്കപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ വിത്തുകളുള്ള പഴം: പാഷൻ ഫ്രൂട്ട്, മാതളം, കിവി, ഫിഗ്. ഉത്തരം മാതളം. മാതള നാരങ്ങ വിത്തുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിനുകൾ, നാരുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് അവയെ ഒരു സൂപ്പർ ഫുഡാക്കി മാറ്റുന്നു. ആവർത്തന പട്ടികയിലെ ഒരു മൂലകത്തിലും കാണാത്ത ഒരേ ഒരു അക്ഷരം: W, Z, Q, X. ഉത്തരം Q. ഒരു മൂലകത്തിൻ്റെയും പേരിൽ Q എന്ന അക്ഷരം കാണുന്നില്ല. അതേസമയം മറ്റെല്ലാ അക്ഷരങ്ങളും കുറഞ്ഞത് ഒന്നിലെങ്കിലും ഉണ്ട്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം: ഹീലിയം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഉത്തരം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൻ്റെ പിണ്ഡത്തിൻ്റെ ഏകദേശം 75% ഹൈഡ്രജനാണ്. പ്രധാനമായും നക്ഷത്രങ്ങളിലും നക്ഷത്രാന്തര വാതക മേഘങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഏത് പഴത്തിൻ്റെ തൊലിയാണ് സ്വാഭാവികമായി തീയെ പ്രതിരോധിക്കുന്നത്? ഡ്രാഗൺ ഫ്രൂട്ട്, കൈതച്ചക്ക, ദുരിയാൻ, മൂട്ടിക്കായ. ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ട്. കട്ടിയുള്ളതും മെഴുകുപോലെയുള്ളതുമായ ഘടന കാരണം ഡ്രാഗൺ ഫ്രൂട്ട് തൊലിക്ക് സ്വാഭാവിക തീയെ പ്രതിരോധിക്കുന്ന ഗുണമുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നം കാണുന്നതിൻ്റെ ഫലം: ശുഭസൂചന, മരണം, രോഗദുരിതം, അപകടം. ഉത്തരം ശുഭസൂചന. മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നം കണ്ടാൽ അത് ജീവിതത്തിൽ ശുഭസൂചനയായിട്ടാണ് സ്വപ്നവ്യാഖ്യാനം. നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണത്. കേരളത്തിൽ കൂടുതൽ വ്യാപകമായി കാണുന്ന പ്രകൃതി ദുരന്തം: ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, സുനാമി, ഭൂകമ്പം. ഉത്തരം ഉരുൾപൊട്ടൽ. കേരളത്തിൽ കൂടുതൽ വ്യാപകമായി കാണുന്ന പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. കേരളത്തിലെ ഭൂപ്രകൃതിയുടെ വ്യത്യാസമാണ് അതിൻ്റെ കാരണം. ടിബറ്റൻ കാള എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ചെമ്മരിയാട്, യാക്ക്, കാണ്ടാമൃഗം, പന്നി. ഉത്തരം യാക്ക്. യാക്ക് നീളമുള്ള മുടിയുള്ള കുറിയ കാലുകളുള്ള കാളയെപ്പോലുള്ള സസ്തനിയാണ്. ഇത് ടിബറ്റൻ കാള എന്നറിയപ്പെടുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.